പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 60ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് ന്യൂസിലൻഡിൽ നിന്നുള്ള നിത എന്നൊരു മകളുടെയും കുടുംബത്തിൻ്റെയും വലിയൊരു സാക്ഷ്യമാണ്. എൻ്റെ പേര് നിത, ഇതെൻ്റെ ഭർത്താവ് ഡിൻസ്, ഇതെൻ്റെ മക്കള്, മോൻ ഡാൻ സാമുവൽ, ഇത് ഹന്ന മറിയം. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധ ദൈവമാതാവ്, കൃപാസനത്തിൽ പ്രത്യക്ഷയായ ദൈവമാതാവ് തൻ്റെ സാന്നിധ്യം നൽകി ഒരു മകളെ സാക്ഷ്യപീഠത്തിലേക്ക് ഉയർത്തിയ വലിയൊരു സാക്ഷ്യമാണ്. ഇങ്ങനെ സാക്ഷ്യപീഠത്തിലോട്ട് ഈ മകളെ ഉയർത്താൻ ഒരു കാരണമുണ്ട്. കാരണം ഒരുപാട് മക്കൾ കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് യാത്രയാകുമ്പോൾ അവർ മരിയൻ ഉടമ്പടിയിൽ തങ്ങളുടെ ആ നിയോഗങ്ങൾ നിക്ഷേപിക്കുമ്പോൾ തന്നെ മനസ്സിൽ ഇങ്ങനെ കോറിയിടുന്ന മക്കളുണ്ട്. അതായത് ഞാൻ എൻ്റെ ഒരു വിഷയം നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അമ്മയുടെ സന്നിധാനത്തിൽ അഭയം പ്രാപിച്ചതാണ്, പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ കറക്റ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ചില മക്കൾ സാക്ഷ്യത്തിൽ അത് പറയാറുണ്ട്. അതായത് അവരുടെ മാതാപിതാക്കളോടൊക്കെ ഇങ്ങനെ പറയും, ഞങ്ങൾക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നാൽ അമ്മ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വേണമെങ്കിൽ ഉടമ്പടി എടുക്കാം. അപ്പോൾ ഈ മകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഞ്ചാരി മാതാവ് തൻ്റെ സഞ്ചാര സാന്നിധ്യം ഈ മകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ഒരു കാരണമുണ്ട്. അത് 25-ാം സങ്കീർത്തനം 14-ാം തിരുവചനമാണ്. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഭയപ്പെടുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും. അതാണ് 25-ാം സങ്കീർത്തനം 14-ാം തിരുവചനം. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്, അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും. അപ്പോൾ ഇങ്ങനെ ഈ മകള് എന്തുകൊണ്ടാണ് ഈ വചനം തന്നെ എടുക്കാൻ കാരണം എന്ന് ഈ സാക്ഷ്യം പിന്നാലെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മരിയൻ ഉടമ്പടിയുടെ ഒരു നിബന്ധന എന്ന് പറയുന്നത് അനുദിനമുള്ള ദിവ്യബലി അർപ്പണത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അനുദിന ദിവ്യബലി അർപ്പണത്തിൽ പങ്കുചേരുക എന്നുള്ളത് ഞാനിവിടെ മലയാളം ക്ലാസ്സിൽ എടുക്കുമ്പോൾ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്. അതായത് കൂദാശ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് മസ്റ്റാണ്, അത് ഓൺലൈനല്ല. അതായത് ഇപ്പോൾ ഈശോ നമ്മളോട് പറഞ്ഞത് എന്താണ്? ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്നാണ്. അപ്പോൾ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ അത്. സഭ നമുക്ക് അന്നൊരു എക്സെപ്ഷൻ തന്നിരുന്നു. അങ്ങനെ സർക്കാരിൻ്റെ പ്രത്യേക നിയന്ത്രണങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് രാജ്യത്തിൻ്റെ നിയമം പാലിച്ചുകൊണ്ട് ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിൽ അന്ന് പറഞ്ഞായിരുന്നു, ഇതേപോലെ നിങ്ങൾ ഓൺലൈനായിട്ട് ആ സമയം നിങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ മതി. അതിനുശേഷം നമുക്കറിയാം നമ്മുടെ കേരളത്തിലാണെങ്കിൽ മുട്ടിന് ദേവാലയങ്ങളാണ്. ഇനി പുറത്ത് ചെന്നാലും ഒരുപാട് കൺട്രീസിൽ ഇതേപോലെ തന്നെയാണ്. പല സ്കെഡ്യൂളിലും മാസമുള്ള സമയങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും ഒത്തിരിയേറെ മക്കളാണ് ഇതൊന്നും നോക്കാതെ തിരക്കാതെയൊക്കെ തങ്ങളായിരിക്കുന്ന ചുറ്റുപാടുകളിൽ തന്നെ കഴിഞ്ഞുകൂടും. ഉടമ്പടി എടുത്തിട്ടും അങ്ങനെ ജീവിക്കുന്ന മക്കളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മകള് ഇവിടെ കാനഡയിൽ നിന്ന് വന്ന് പറഞ്ഞ മകൾ സാക്ഷ്യപ്പെടുത്തിയ പ്രകാരമാണ്, കാനഡയിൽ നിങ്ങൾ ആരെങ്കിലും കുർബാനയിലെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്തോ? അവർ പറയണത് തെറ്റാണ്. കാരണം ഇങ്ങനെയാണ് കാനഡയിലെ ഒരു സിറ്റുവേഷൻ. മുട്ടിന് ദേവാലയങ്ങളുണ്ട്. അവിടെയൊക്കെ നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്രകാരമാണ്. അതായത് അനുദിന ദിവ്യബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഓൺലൈനിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നതല്ല. അത് ഫിസിക്കൽ പ്രസൻസ്, അതായത് നിങ്ങളുടെ ശാരീരിക സാന്നിധ്യം ആ ഒരു കൂദാശ പരിക്രമത്തിൻ്റെ സമയത്ത് അവിടെ ഉണ്ടാകണം. അവിടെയാണ് ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് ആത്മാവിൽ ഊർജ്ജം ഉൾക്കൊണ്ടാണ് ഓരോ ക്രിസ്ത്യാനികളും, ഏറെ പ്രത്യേകമായിട്ട് മരിയൻ ഉടമ്പടിയിൽ ജീവിക്കുന്ന മക്കൾ ഓരോ ദിവസവും ശക്തി ആർജിക്കേണ്ടത്. അത് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മകള് അധികമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. നിങ്ങൾക്കറിയാം, പുറത്തോട്ട് പോകുന്നു, യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ പോകും, പ്രത്യേകമായിട്ട് ക്ലൈമറ്റൊക്കെ ഒരുപാട് ചേഞ്ചസ് വരും. അങ്ങനെ ആ സമയം അവിടെ ഇങ്ങനെ ആലിപ്പഴം വീഴുക എന്ന് പറയും. അതായത് മഞ്ഞ് വീഴുന്ന ഒരു സമയമാണ്. ഈ മഞ്ഞ് വീഴുന്ന സമയം ഈ മകളൊരു ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ക്യാപ് കോഴ്സ് കഴിഞ്ഞു, വിസ എക്സ്പയർ ആയി പോകും, 7 ദിവസം ബാക്കിയുള്ളൂ.
അപ്പോൾ ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ചായി ആലിപ്പഴം വീഴുന്നൊരവസ്ഥ തോന്നും. അപ്പോൾ നമ്മുടെ ലൈഫിന് ത്രെട്ടായിട്ടുള്ളൊരു സമയമാണ് ഒറ്റയ്ക്ക് പുറത്തിറങ്ങുക എന്നുള്ളത്. അപ്പോൾ കൂടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന എല്ലാവരും പറഞ്ഞു ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ദിവ്യബലിക്ക് പോകണ്ടെന്ന് പറയും. അപ്പോൾ ഈ മകള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സങ്കീർത്തകൻ പറയുന്ന പോലെ കർത്താവിൻ്റെ സൗഹൃദം എന്ന് പറയുന്നത് അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ നാമം കേൾക്കുമ്പോൾ ഭയന്ന് വിറയ്ക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമാണ്, അങ്ങനെ ഭയന്ന് വിറയ്ക്കുന്നവരോടാണ് ദൈവം വലിയ കരുണ കാണിക്കുന്നത്, കൃപാകടാക്ഷം കാണിക്കും. അപ്പോൾ ഈ മകൾക്ക് ആ ദൈവ ഭയം ഉള്ളതുകൊണ്ട് ആ മകൾ പറഞ്ഞു, പക്ഷേ ഉടമ്പടി തെറ്റിക്കാണ്ടിരിക്കുക ഞാൻ അവഗണിച്ചുകൊണ്ട് ഞാൻ പള്ളിയിലേക്ക് പോയി. എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല, മാതാവിനെ കൈവിടില്ല എന്നുള്ള വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വേറൊരു കാര്യം ഇതിനകത്ത് സംഭവിക്കുന്നത് ഇപ്രകാരമാണ്. ഈ മകള് ദിവ്യബലിക്ക് ശേഷം ഈശോയായിട്ടിരുന്ന് ഒരു മൗന പ്രാർത്ഥന നടത്തും. നമുക്കറിയാം നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ അനുദിന ദിവ്യബലിയിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ചുരുക്കം ചിലവർ മാത്രമേ ഉള്ളൂ ഈശോയുടെ ആ തിരുശരീര രക്തങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഒരു ആത്മാവിൽ ഒരു ഐക്യപ്പെട്ടുകൊണ്ട് ഈശോയുടെ ഒരു മൗന പ്രാർത്ഥന നടത്തുന്ന ഒരു ചുരുക്കമുള്ളൂ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ താമസിച്ചുള്ള മരിയൻ തപസ് ധ്യാനത്തിന് ഒരു ചെറിയ കുട്ടിക്ക് ഈ മരിയൻ തപസ്സിന് ഇടകിലുണ്ടായ ഒരു വലിയ ദർശനം പങ്കുവയ്ക്കുകയുണ്ടായി. ആ മകള് പറഞ്ഞത് ഇപ്രകാരമാണ്. ആ മകൾ കണ്ട ഒരു കാഴ്ചയാണ്. അതുമല്ലെങ്കിൽ സ്വർഗീയ പിതാവ് മകളെ പഠിപ്പിച്ചൊരു സത്യം ഇതായിരുന്നു. അതായത് ഓരോ ദിവ്യബലിക്ക് ശേഷം നവവൃന്ദം മാലാഖന്മാർ, സ്വർഗത്തിലെ മാലാഖന്മാർ മുഴുവനും ഓരോ ബലിപീഠവും ഇങ്ങനെ കുർബാന കഴിഞ്ഞ് വൈദികൻ ചുംബിച്ച് ബലിപീഠത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ ഈ മാലാഖന്മാർ വന്ന് ഈ ബലിപീഠം ചുംബിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ വലിയ രഹസ്യങ്ങൾ ഈ ബലിപീഠത്തിൽ ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ ഇങ്ങനൊരു വലിയൊരു എക്സ്പീരിയൻസ് ഈ മകൾ അനുഭവിച്ചറിഞ്ഞ് ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ മകൾ സാക്ഷ്യത്തിൽ അത് ഇവിടെ പറഞ്ഞു. നമ്മുടെ കൃപാസനം പത്രത്തിൽ വന്നൊരു സാക്ഷ്യമാണ്. അതായത് മാലാഖന്മാർ വന്ന് ബലിപീഠം ചുംബിച്ചു പോകുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ദിവ്യബലിക്ക് ശേഷം ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്കറിയാം കൂടുതൽ കൃപകൾ, ഈശോയോട് നന്ദി പറഞ്ഞ് കുറച്ച് സമയം ഐക്യപ്പെട്ട് ഈശോയെ സ്നേഹിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം വിശേഷവതിയായി ചെയ്യുമ്പോഴാണ് ഉടമ്പടിയിലെ കൃപകൾ സ്വന്തമാകുന്നത്. അപ്പോൾ ഈ ദിവ്യബലിയിൽ ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് വൈദികൻ ദിവ്യബലി സമാപിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ചാടി പുറത്തിറങ്ങുന്നതിനേക്കാൾ അപ്പുറത്ത് ഈശോയുമായിട്ട് കുറച്ച് നേരം ഇരിക്കുന്ന ഒരു മനോഭാവം ഈ മകൾക്കുണ്ട്. അത് വിശേഷവതിയായി ചെയ്യുന്നതാണ്. ഈശോയോട് കൂടുതൽ സ്നേഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മകള് ഇപ്രകാരം ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു വലിയ ദൈവിക ഇടപെടലുകൾ നടക്കുന്നത്. അത് നിങ്ങൾ നോട്ട് ചെയ്യണം. അതായത് എന്നെ ശ്രവിക്കുന്ന മക്കൾ ദിവ്യബലിയിൽ അനുദിനം ദിവ്യബലിക്ക് പങ്കെടുക്കുന്ന മക്കളുണ്ടെങ്കിൽ ഓരോ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം വൈദികൻ ആ ബലിപീഠം ചുംബിച്ച് പിൻവാങ്ങിയതിന് ശേഷവും നിങ്ങൾ ഈശോയുമായിട്ട് കുറച്ച് നേരം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ ഈ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം പ്രാർത്ഥിക്കുന്ന 2 പ്രാർത്ഥനകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഒന്ന് സമർപ്പിത ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഒന്ന് ഈശോയുടെ ഉത്തമ മണവാട്ടിയായിട്ട് ജീവിക്കാനുള്ള അധിക കൃപകൾ എനിക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം. രണ്ടാമത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഈശോയെ ഈ ദിവ്യകാരുണ്യ സ്വീകരണം വഴി എന്നെ കൃപയിൽ നിലനിർത്തണമേ. ഈ 2 പ്രാർത്ഥനകളാണ് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഓരോ കാലഘട്ടത്തിലും നൽകുന്ന പ്രാർത്ഥനകളാണ് ഞാൻ ഓരോ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷവും ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. ഈ കാലഘട്ടങ്ങളിലെല്ലാം ഈ സമയങ്ങളിലെല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ 2 പ്രാർത്ഥനകളാണ്. അപ്പോൾ ഈ മകള് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയ ദൈവിക ഇടപെടലുണ്ടാവുകയാണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ എൻ്റെ ഷോൾഡറിൽ തട്ടി. പള്ളിയിൽ ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. തിരിഞ്ഞു നോക്കിയപ്പോൾ നീല സാരി എടുത്ത ഒരു ചേച്ചിയായിരുന്നു അത്. അവിടെ പള്ളിയിൽ ഒരിക്കലും ഞാൻ ഇംഗ്ലീഷ് മാസ്റ്റർ നീല സാരി എടുത്ത ചേച്ചിനെ കണ്ടിട്ടേ ഇല്ല. ആ ചേച്ചി എന്നോട് ചോദിച്ചു, മോൾക്ക് ഇതുവരെ ജോലി ആയിട്ടില്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ 6 മാസമായിട്ടും ജോലി ആവാതെ ഞാൻ അടുത്ത ആഴ്ച ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ഞാൻ അവസാനമായിട്ട് ഈ പള്ളിയിൽ ഞാൻ എന്നും വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതാണ് എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി എനിക്കൊരു നമ്പർ തന്നു. ഈ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിയാൻ ദൈവം നിന്നെ കൈവിടില്ല, നിനക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോൺ നമ്പർ മേടിച്ചു. ആ ചേച്ചി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 50-55 വയസ്സിനൊക്കെ പ്രായമുള്ള ഒരു മുഖമാണ്. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി പോവല്ലേ, ചേച്ചിയുടെ പേരെന്താന്ന് ചോദിച്ചു. അപ്പോൾ പേര് പറഞ്ഞു മരിയാന്ന് പറഞ്ഞു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും.
ഈ മകള് കർത്താവിനെ ഭയപ്പെടുന്നു എന്ന് പറയാൻ രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്. കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു മെയ് മാസം. അത് കഴിഞ്ഞ് 2 മാസമായപ്പോൾ ഞാൻ ജോലിയുടെ ഇടയ്ക്ക് പെട്ടെന്ന് എനിക്ക് വയറുവേദന വന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവർ പറഞ്ഞു, സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ അതേ വലുപ്പമുള്ള ഒരു ഫൈബ്രോയിഡാണ് കണ്ടത്. അപ്പോൾ എനിക്കും അത് കാണിച്ചു, ഞാനും കണ്ടു കുഞ്ഞിൻ്റെ അതേ സൈസിൽ ഫൈബ്രോയിഡ്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇപ്പോൾ തന്നെ അബോർഷൻ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ജീവൻ അത് ഭീഷണിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഹസ്ബൻഡും പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും അബോർഷൻ ചെയ്യില്ല, കുഞ്ഞിനെ ഹാർട്ട് ബീറ്റ് എല്ലാം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞിനെ ഒരിക്കലും ഞങ്ങൾ അബോർഷൻ ചെയ്യില്ല, ദൈവം തന്ന കുഞ്ഞാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് മാതാവ് തന്ന കുഞ്ഞാണെന്ന്. ആ കുഞ്ഞാണെങ്കിൽ മാതാവ് എന്തെങ്കിലും നോക്കിക്കോളും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ആ കുഞ്ഞിനെ അവർ എടുത്ത് ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഹന്ന മറിയം, അതായത് ഡോക്ടർ അബോർഷൻ ചെയ്യാൻ പറഞ്ഞ കുഞ്ഞാണ്. സ്കാൻ ചെയ്ത് പ്രസവത്തിന് ശേഷം സ്കാൻ ചെയ്തപ്പോൾ വയറിൽ അങ്ങനെ ഒരു മുഴയേ ഇല്ല. അതാണ് ഞാൻ വീണ്ടും പറയാനായത്, കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്ക്. അതേ, കൊല്ലരുത് എന്ന ഈശോയുടെ കൽപ്പനയെ അവർ ഭയപ്പെടുന്നു. അതെ, ദൈവസ്നേഹത്തോടെ അവർ ഈശോയുടെ പ്രമാണങ്ങളെ വളരെ വില കൽപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഒരു നിലപാടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ദൈവം നേരിട്ട് ഈ മകളെ സന്ദർശിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്ന പ്രകാരമാണ് നീലസാരി ഉടുത്ത സഹോദരി ഒരു സ്ത്രീ വന്ന് ഈ മകൾക്ക് ഒരു ഫോൺ നമ്പർ കൊടുക്കുന്നു. ഈ മകൾ ആ ഫോൺ നമ്പർ വിളിച്ചപ്പോൾ, അതായത് ന്യൂസിലൻഡിലെ ഒരു മലയാളി കൂട്ടായ്മയുടെ വാട്സപ്പ് നമ്പറാണ്. അതിൽ ആ ഗ്രൂപ്പിലോട്ട് ഈ മകളെ ആഡ് ചെയ്യുന്നു. എന്താണ് കാര്യമെന്ന് ഈ നമ്പറിൻ്റെ ഉടമ ചോദിക്കുന്നു. ഇങ്ങനെയാണ് അവസ്ഥയെന്ന് പറയുന്നു. ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുന്നു. അങ്ങനെ ഗ്രൂപ്പിൽ 50 പേർക്ക് ഈ മകൾ മെസ്സേജ് അയക്കുന്നു. ഞാൻ അടുത്ത വ്യാഴാഴ്ച നാട്ടിലേക്ക് പോവാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നഴ്സിംഗ് ജോലി അറിയുകയാണെങ്കിൽ എന്നോട് പറയണമെന്ന് പറഞ്ഞിട്ട് ഈ 50 ആളിൽ 46 ആളും എനിക്ക് റെസ്പോണ്ട് ചെയ്തില്ല. ഒരു മെസ്സേജിന് ഒരു റിപ്ലൈ അയച്ചില്ല. ബാക്കി 4 ആൾ മാത്രമാണ് റിപ്ലൈ അയച്ചത്. അതിൽ 3 ആൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലായിരുന്നു. അവരെന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് നഴ്സിങ്ങിനെ കുറിച്ച് അറിയില്ല, അതുകൊണ്ട് സോറി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. ഇനി അവസാനത്തെ ഒരാൾ, അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അതിലത്തെ ഒരു ചേട്ടൻ മാത്രം എനിക്ക് മെസ്സേജ് അയച്ചത് അയാളുടെ വൈഫിൻ്റെ ജോലി സ്ഥലത്ത് ജോലി ഒഴിവുണ്ട്, നീ CV അയക്കാൻ പറഞ്ഞിട്ട്. ആ വ്യക്തിനെ എനിക്ക് അറിയൊന്നുമില്ല, അങ്ങനെ CV അയച്ചു. അങ്ങനെ ഈ മകൾക്ക്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 7 ദിവസം മാത്രമേ ഉള്ളൂ വിസ എക്സ്പയർ ആവാൻ. നിങ്ങൾ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴേ ഉള്ളൂ ഈ സാക്ഷ്യത്തിൻ്റെ ഗ്രാവിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ പരിശുദ്ധ ദൈവം അത് നേരിട്ടിടപെട്ടു. അപ്പോൾ നിങ്ങൾക്കറിയാം, ആ ഒരു ടൈം പീരീഡിനുള്ളിൽ ജോലി കിട്ടിയില്ലെങ്കിൽ ഈ ക്യാപ് കോഴ്സിന് പേ ചെയ്ത ഫീ ഇവർക്ക് റീഫണ്ട് കിട്ടില്ല. ഈ മകൾക്ക് തക്ക സമയത്ത് ജോലി കിട്ടിയതുകൊണ്ട് ആ തുക മുഴുവനും റീഫണ്ട് ചെയ്ത് കിട്ടി. അങ്ങനെ ഒരു വലിയ സാക്ഷ്യമാണ്. ഈ സാക്ഷ്യമെല്ലാം ഈ മകൾക്ക് കിട്ടാൻ കാരണം ഈ മകളുടെ ഒരു ജീവിത നിലപാടാണ്. അതെ, കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. ഈ ഒരു സാക്ഷ്യം ഇങ്ങനെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്ന മറ്റൊരു വചനമാണ് 21-ാം സങ്കീർത്തനം 2-ഉം 3-ഉം തിരുവചനങ്ങൾ. അവൻ്റെ ഹൃദയാഭിലാഷം അങ്ങ് സാധിച്ചു കൊടുത്തു, അവൻ്റെ യാചന അങ്ങ് നിഷേധിച്ചില്ല. സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു, അവൻ്റെ ശിരസിൽ തങ്കക്കിരീടം അണിയിച്ചു. സമൃദ്ധമായിട്ടുള്ള അനുഗ്രഹങ്ങളോട് കൂടിയിട്ടാണ് ഈ കുടുംബത്തെ ദൈവം നേരിട്ട് സന്ദർശിക്കുന്നു. ഈ മകൾ പറയുന്നുണ്ട്, പിന്നീടെല്ലാം നിങ്ങൾക്കറിയാലോ, ദൈവമാതാവ് സന്ദർശിച്ച് ഒരു ജോലി കൊടുത്താൽ പിന്നെ അവരുടെ ജീവിതത്തിൽ പിന്നെ സംഭവിക്കാൻ പോണത് ഞാൻ നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എല്ലാ കാര്യങ്ങളും, അവരുടെ താമസം, ലൈഫ്, സെറ്റിൽമെൻറ്റ്, ആ കുഞ്ഞിൻ്റെ കാര്യം, സംരക്ഷണം, എല്ലാ വിഷയവും പരിശുദ്ധ ദൈവമാതാവ് ഏറ്റെടുക്കുന്നു. അതൊരു നിലപാടാണ്. മരിയനോട് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു നിലപാട് സ്വന്തമാക്കും. അതെ, കർത്താവിൻ്റെ സൗഹൃദം എപ്പോഴും അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. എല്ലാം ഇങ്ങനെ നിങ്ങളൊരു ലാഘവത്തോടെ ഒന്നും അപ്രോച്ച് ചെയ്യരുത്. രണ്ടാമതായിട്ട് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്ന വചനം സങ്കീർത്തനം 21:6. ഈ 2-ഉം 3-ൻ്റെയും തുടർച്ചയുള്ള തിരുവചനഭാഗമാണ്. അവിടുന്ന് അവനെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കി, അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു. അതെ, കർത്താവ് സന്ദർശിച്ച് ഒരു വ്യക്തിയെ കടാക്ഷിക്കുന്നത് അവനെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, മരിയയിൽ ഉടമ്പടി എടുത്തുകൊണ്ട് ഈശോയുടെ കൃപയിൽ നിങ്ങൾ നിലനിൽക്കുമെന്ന് ദൈവത്തിന് ബോധ്യപ്പെട്ടാൽ അവിടുന്ന് നിങ്ങളെ ഒരു ഉപാധിയില്ലെങ്കിൽ നേരിട്ട് സ്വർഗം തന്നെ ഇറങ്ങി സന്ദർശിച്ച് നിങ്ങളെ സന്ധിക്കും. ഇതൊരൊറ്റപ്പെട്ട സാക്ഷ്യമല്ലെന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഇതിലും ചിലപ്പോൾ ഒരുപക്ഷെ ഉയർന്ന തരത്തിലുള്ള ദൈവിക അനുഭവങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കും ഉണ്ടായിരിക്കും. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം.
പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഒരു സന്ദർശനം ലഭിക്കാൻ, നേരിട്ട് ലഭിക്കാൻ ഭാഗ്യം ലഭിച്ച ഈ കുടുംബത്തെ പ്രതി നമുക്ക് നന്ദി പറയാം. ഒപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള വിവിധങ്ങളായ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കളെയും ഈ സമയം ഈ ലിവിങ് ഓറക്കിൾ ശുശ്രൂഷയിലൂടെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ മക്കളാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെയൊക്കെ അടിയിൽ കമൻ്റായിട്ടിടുന്നത് ഇന്ന പ്രതിസന്ധികളൊക്കെ ഞങ്ങൾക്കുണ്ട്. ഒരുപാട് മക്കൾ ഇമെയിലിലൂടെയൊക്കെ അറിയിക്കുന്നുണ്ട്, മെസ്സേജുകളായിട്ടും വാട്സപ്പ് മെസ്സേജുകളുമായിട്ടൊക്കെ അറിയിക്കുന്നുണ്ട്. തൊഴിൽ സംബന്ധമായിട്ട് ഒരുപാട് പ്രതിസന്ധികളാൽ വലയുന്നത് അവരെല്ലാവരെയും ഒരു നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഒരു സ്വർഗീയ ഇടപെടൽ, പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മരിയൻ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട വിഷയങ്ങളെ ഒരു നിമിഷം നമുക്ക് ഹൃദയത്തിലൊന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. അത് പ്രത്യേകമായിട്ട് ഈ സമയം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ദൈവപിതാവിനെ പ്രത്യേകമായിട്ട് ആ വിഷയം ഏൽപ്പിക്കാം. സന്ദർശനമാണ് ഇതിൻ്റെ ഒരു ഉപാധിയെങ്കിൽ ദൈവം അതിനും തയ്യാറാണ് എന്നാണ് ഈ സാക്ഷ്യത്തിലൂടെ നീ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞത്. പരിശുദ്ധ അമ്മയുടെ സന്ദർശനം ലഭിക്കുവാൻ, ആ ഒരു സൗഹൃദം സ്വന്തമാക്കുവാനുള്ള വലിയ ദൈവകൃപകൾ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ എല്ലാവിധ ജീവിത ദുരിതങ്ങളിലൂടെയും കടന്നു പോകുന്ന മക്കളെ പരിശുദ്ധ അമ്മ ദൈവമാതാവേ, ആ മക്കളുടെ മേൽ പ്രത്യേകമായിട്ടുള്ള അലിവ് തോന്നി ആ മക്കളെ നീ സന്ദർശിച്ചുകൊണ്ട് എത്രയും വേഗം അവരുടെ യോഗ്യതകൾ നോക്കാതെ സാക്ഷ്യപീഠത്തിലേക്ക് ഉയർത്തണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.